ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വേദിക് ബ്ലോഗ്സ്. റൈഫിൾ ക്ലബ് പേര് അർത്ഥമാക്കുന്ന പോലെ ഒരു വെടിച്ചില്ല് പടം. തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ഫാമിലി മൂവി ഒന്നുമല്ല. കഥ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളാണ്. പക്ഷേ ഇത് എടുത്തു വച്ചിരിക്കുന്ന സ്റ്റൈൽ ഉണ്ടല്ലോ, അതാണ് മോനെ സംഭവം. മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ആഷിഖ് അബു കലക്കി പൊളിച്ചു. ശരിക്ക് ഒരു അമൽ നീരത്ത് ലെവൽ മേക്കിംഗ് സ്റ്റൈലാണ് ഇതിൽ ഉള്ളത്. ഇടയിൽ നമുക്ക് എവിടെയോ മിസ്സായ പോലെ തോന്നിയ ആഷിഖ് കപൂറിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവാണ് ഈ ചിത്രം. ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നതും ആഷിഖ് കപൂറാണ്. അദ്ദേഹത്തിന് ഹാറ്റ്സ് ഓഫ്. 1990 കാലഘട്ടത്തിലാണ് കഥ നടക്കുന്നത്. ആ കാലഘട്ടം കാണിച്ചിരിക്കുന്നതും ആ കളർ ടോണുമൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ സിനിമ ഞാൻ കാണണമെന്ന് തീരുമാനിക്കാൻ കാരണം തന്നെ ഇതിന്റെ റൈറ്റേഴ്സ് ദിലേഷ് പോത്തൻ, ശ്യാം പുഷ്കർ ആൻഡ് ടീം ആയതുകൊണ്ടാണ്. മഹേഷിന്റെ പ്രതികാരം മുതൽ ജോജി വരെ എത്രയോ കിടിലൻ സിനിമകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ സിനിമയും അടിപൊളി എന്നേ പറയാനുള്ളൂ. അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇതിൽ ഒരുപാട് ആളുകളുണ്ട്. എടുത്തു പറയാനുള്ളത് അനുരാഗ് കാശ്യപ്പാണ്. കിടുക്കി പൊളിച്ചു. പിന്നെ ഹനുമാൻ കൈൻഡ്, ഒന്നും പറയാനില്ല. പുള്ളിയുടെ ലുക്കും ബിഹേവിയറും ചിത്രത്തിന് ആപ്റ്റ് ആയിരുന്നു. വിജയരാഘവൻ അദ്ദേഹത്തിന് കിട്ടുന്ന ഏത് റോളും വേറെ ലെവലാക്കും. പിന്നെ വിനീത് കുമാർ, ദിലേഷ് പോത്തൻ, സുരേഷ് കൃഷ്ണ, റംസാൻ എല്ലാവരും അവർക്ക് കിട്ടിയ വേഷങ്ങൾ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം വാണി വിശ്വനാഥിന്റെ കിടിലൻ തിരിച്ചുവരവാണ്. ചില സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. സുരഭി ലക്ഷ്മി പിന്നെ പറയേണ്ടതില്ലല്ലോ, വെറുതെ സ്ക്രീനിൽ വന്ന് നിന്നാൽ മതി. എന്തൊരു ലെജൻഡറി ആക്ട്രസ് ആണ്. ദർശന, ഉണ്ണിമായ പ്രസാദ് എല്ലാവരും സൂപ്പർ ആയിരുന്നു. ദേവാസുരൻ സിനിമയിൽ നമ്മളുടെ ലാലേട്ടന്റെ കൂടെ അഭിനയിച്ച രാമു എന്ന ആക്ടർ ഉണ്ടല്ലോ, അദ്ദേഹത്തെ കുറെ നാളുകൾക്ക് ശേഷം സ്ക്രീനിൽ കാണാൻ സാധിച്ചു. ഈ സിനിമയിൽ ചില കിടിലൻ ഡയലോഗ്സും പിന്നെ ചില വൺലൈനേഴ്സും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇനി ഹിറ്റ് ആകാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിന്റെ BGM ആണ്. BGM കലക്കി പൊളിച്ചു. റക്സ് വിജയൻ ചേട്ടന് എന്റെ വക ഒരു ഹാറ്റ്സ് ഓഫ്. സ്റ്റൺ കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്നത് സുപ്രീം സുന്ദറാണ്. വെടിച്ചിൽ സ്റ്റൺസ് എന്നേ പറയാനുള്ളൂ. ചിത്രത്തിന്റെ പേര് തന്നെ റൈഫിൾ ക്ലബ് എന്നാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാമല്ലോ ചിത്രം അടിയും വെടിയും പുകയും ഒക്കെ നിറഞ്ഞതായിരിക്കുമെന്ന്. പക്ഷെ ഈ ചിത്രത്തിന്റെ തിയേറ്റർ വൈബുണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെയാണ്. ഈ ക്രിസ്മസിന് ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമ കാണണമെന്നുണ്ടെങ്കിൽ റൈഫിൾ ക്ലബ് ഒരു മികച്ച ചോയ്സ് ആയിരിക്കും. ഡിസംബറിൽ ഒരുപാട് നല്ല സിനിമകൾ റിലീസ് ആകാൻ പോകുന്നുണ്ട്. ഉണ്ണി മുകുന്ദന്റെ മാർക്കോ, മുഫാസ, ED എക്സ്ട്രാ ഡീസന്റ് ഇറങ്ങുന്നുണ്ട്. പിന്നെ 25-ാം തീയതി ലാലേട്ടന്റെ ബറോസ് വരുന്നുണ്ട്. മൂവി ലവേഴ്സിന് ഒരു ട്രീറ്റ് തന്നെയായിരിക്കും ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലം. അപ്പോ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കണ്ടതിനു ശേഷം അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു കുട്ടി റിവ്യൂവുമായി വീണ്ടും വരാം. ദിസ് ഈസ് വേദിക് നിമൽ സൈനിങ് ഓഫ്. ബൈ ബൈ.